സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പ്രത്യേക അന്വേഷണത്തിലാണ്. ഒരാളുടെ ജീവിതം ശരിക്കും പറഞ്ഞാൽ അടിമുടി മാറ്റിമറിച്ച ഒരു യാത്ര. അനൂപ് ഗുപ്ത. അദ്ദേഹത്തിന്റെ കഥയിലൂടെ നമ്മൾ ഡയറക്ട് സെല്ലിംഗ് ലോകത്തെയും പിന്നെ പ്രധാനമായിട്ടും വെസ്റ്റീജ് എന്ന കമ്പനിയെയും ഒന്ന് അടുത്തറിയാൻ പോവുകയാണ്. അദ്ദേഹവുമായുള്ള ഒരു സംഭാഷണമാണ് നമ്മുടെ പ്രധാന സോഴ്സ്. അപ്പോൾ ഒരുപാട് വെല്ലുവിളികളുണ്ടായിരുന്നു തുടക്കത്തിൽ. അതിൽ നിന്നൊക്കെ വലിയ വിജയത്തിലേക്ക് എങ്ങനെ എത്തി, വെസ്റ്റീജിന്റെ പങ്ക് എന്തായിരുന്നു, ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. തീർച്ചയായും. ഒരാളുടെ സ്വന്തം അനുഭവം, പ്രത്യേകിച്ച് ഇതുപോലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത ഒരാളുടെ കഥ കേൾക്കുമ്പോൾ വെസ്റ്റീജ് പോലുള്ള അവസരങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായൊരു ചിത്രം കിട്ടും. അതെ. സ്ഥിരോത്സാഹം, പിന്നെ ശരിയായ ഒരു അവസരം കണ്ടെത്തുന്നത് ജീവിതത്തിൽ എന്ത് മാറ്റം വരുത്തും എന്നൊക്കെ ഇതിൽ നിന്നും മനസ്സിലാക്കാമല്ലോ. ശരിയാണ്. അപ്പൊ നമുക്ക് അനൂപിന്റെ കഥയുടെ തുടക്കത്തിലേക്ക് തന്നെ പോകാം. ഒരു സാധാരണ ഇടത്തരം കുടുംബം. മാതാപിതാക്കളുടെ ഉപദേശം വളരെ സിമ്പിളായിരുന്നു. നന്നായി പഠിക്കണം, ഒരു ഡിഗ്രി എടുക്കണം, പിന്നെ ഒരു നല്ല ജോലി. അത് മിക്കവാറും നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെയാണല്ലോ, ഒരു സേഫ് കരിയർ പാത്ത്. അതെ, ആ വഴിക്ക് തന്നെ പോയി. ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയില് മെഡിക്കൽ റെപ്രസെന്റേറ്റീവായിട്ട് ജോലിക്ക് കയറി. തുടക്കത്തിൽ ഒന്നും കുഴപ്പമില്ലായിരുന്നു, സാധാരണ പോലെ. പക്ഷെ പിന്നെ സമയം പോകുന്തോറും ജോലിയിലെ ആ ഒരു പ്രഷർ അത് കൂടിക്കൂടി വന്നു. ടാർഗറ്റുകൾ. അത് തന്നെ. എല്ലാ മാസവും ടാർഗറ്റ് മീറ്റ് ചെയ്യണം, അതിന്റെ ഒരു ടെൻഷൻ. പിന്നെ ടാർഗറ്റ് എത്തിയില്ലെങ്കിൽ ജോലി പോവുമോ എന്നൊരു പേടി. സ്ഥിരമായിട്ടുള്ളൊരു പേടി. അതെ. ആ ജോലിയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ആ ടാർഗറ്റ് എത്തണം. അതിനിടയിൽ സ്വന്തമായിട്ട് ഒന്നിനും സമയം കിട്ടുന്നില്ല, കുടുംബത്തിന്റെ കൂടെ ഇരിക്കാൻ പോലും. ശരിയാണ്. പലരും അനുഭവിക്കുന്നൊരു പ്രശ്നമാണത്. സ്ഥിരം ജോലിയിലുള്ള ഒരു മടുപ്പ്, സമയമില്ലായ്മ, പിന്നെ ഈ സമ്മർദ്ദം, ഇതൊക്കെ പുതിയ വഴികൾ നോക്കാൻ പ്രേരിപ്പിക്കും. അതെ. സ്വന്തം സമയത്തിനും അധ്വാനത്തിനും ഒരു വില കിട്ടുന്ന, കുറച്ചുകൂടി ഫ്രീഡമുള്ള എന്തെങ്കിലും. അതാവാം അനൂപിനെയും ചിന്തിപ്പിച്ചത്. എവിടേക്കാണ് അന്വേഷണം പോയത്? ആ അന്വേഷണം അദ്ദേഹത്തെ എത്തിച്ചത് 2011 നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നൊരു ലോകത്തേക്കാണ്. ഒരു ഡോക്ടർ വഴിയാണ് അതിനെപ്പറ്റി കേൾക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു കമ്പനിയിൽ ചേർന്നു. അവരുടെ വാഗ്ദാനം എന്തായിരുന്നു? വെറും 2-5 വർഷം. അതിനുള്ളിൽ നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും നടക്കും. വലിയ വീട്, കാറ്, ഫോറിൻ ട്രിപ്പ്, എല്ലാം. കൊള്ളാലോ വാഗ്ദാനം. കേൾക്കുമ്പോൾ തന്നെ ഒരു ആവേശം തോന്നും, പ്രത്യേകിച്ച് പഴയ ജോലിയിലും മടുത്തിരിക്കുമ്പോൾ. തീർച്ചയായും. ഭയങ്കര ആവേശമായി. പാർട്ട് ടൈമായിട്ട് ആ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അതിനുവേണ്ടി നന്നായിട്ട് എഫേർട്ട് എടുത്തു. പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു. സ്വപ്നങ്ങളൊന്നും നടന്നില്ല. കയ്യിലുണ്ടായിരുന്ന കാശും പോയി, കടം കൂടി. അയ്യോ. കാര്യങ്ങൾ അവിടം കൊണ്ടും നിന്നില്ല. ആ കടം വീട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പൈസ ഡബിൾ ആക്കാം എന്നൊക്കെ പറയുന്ന ചില സ്കീമുകളില്ലേ? അറിയാം, സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. അതിൽ കൊണ്ടുപോയി പൈസ ഇട്ടു. അതിനുവേണ്ടി വീണ്ടും ലോൺ എടുത്തു. പിന്നെ പറയണ്ടല്ലോ, കുറച്ചു കഴിഞ്ഞപ്പോ ആ കമ്പനികളെ ഒന്നും കാണാനില്ല. പൊട്ടിയല്ലേ? അതെ. കഷ്ടപ്പെട്ടുണ്ടാക്കിയതും കടം വാങ്ങിയതുമായ പൈസയെല്ലാം പോയി. ഏകദേശം ഒരു 15-20 ലക്ഷം രൂപയുടെ കടക്കാരനായി മാറി. ഭീകരമായ അവസ്ഥയാണല്ലോ അത്. ആ സമയത്ത് അദ്ദേഹത്തിന് തോന്നി, ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമായി പോയെന്ന്. ആ ഒരു ഇൻഡസ്ട്രിയോടുള്ള വിശ്വാസം മുഴുവനും പോയി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഒന്ന്, ആ ഒരു സാമ്പത്തിക തകർച്ചയുണ്ടാക്കുന്ന മാനസികാഘാതം. 2, ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന പേരിൽ വരുന്നതെല്ലാം ഒന്നല്ല എന്നുള്ള തിരിച്ചറിവ്. ശരിയാണ്. ശരിക്കുള്ള ബിസിനസ്സും തട്ടിപ്പും തമ്മിൽ വ്യത്യാസമുണ്ട്. അനൂപിന്റെ അനുഭവം അതാണ് കാണിക്കുന്നത്. പക്ഷേ അത്രയും വലിയ കടത്തിൽ നിന്നും, ആ ഒരു വിശ്വാസമില്ലായ്മയിൽ നിന്നും എങ്ങനെ കരകയറി? അതാണ് കഥയിലെ ട്വിസ്റ്റ്. 2015 എല്ലാം തീർന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരു സുഹൃത്തു വഴി വെസ്റ്റീജ് എന്ന കമ്പനിയെപ്പറ്റി കേൾക്കുന്നത്. സത്യം പറഞ്ഞ ആദ്യം വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. കാരണം പഴയ അനുഭവങ്ങൾ അത്ര മോശമായിരുന്നു. അത് സ്വാഭാവികം. കൈ പൊള്ളിയതല്ലേ. വീണ്ടും അതേപോലൊന്ന് കേൾക്കുമ്പോൾ സംശയം തോന്നും. എങ്ങനെയാ സംശയം മാറിയത്? ആ സുഹൃത്ത് വെസ്റ്റീജിന്റെ ഒരു കാർ ബുക്ക് കാണിച്ചു കൊടുത്തു. കാർ ബുക്കോ? അതെ. വെസ്റ്റീജിലൂടെ ലക്ഷറി കാറൊക്കെ വാങ്ങിയ ഒരുപാട് സാധാരണക്കാരുടെ ഫോട്ടോസ്, അവരുടെ കഥകള്. അതോടൊപ്പം മാസത്തിൽ 20 ലക്ഷം, 40 ലക്ഷം, 50 ലക്ഷം ഒക്കെ വരുമാനം കിട്ടുന്നവരുടെ ചെക്കുകളും കണ്ടു. അമ്പട, അത്രയും വരുമാനമോ? അതെ. അപ്പൊ പുള്ളിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഒരു ഇന്ത്യൻ കമ്പനി, സാധാരണക്കാരായ ആളുകൾ, ഇവർക്കൊക്കെ ഇങ്ങനെയൊക്കെ നേടാൻ പറ്റുമോ? ഇതിനെയാണ് നമ്മൾ സോഷ്യൽ പ്രൂഫ് എന്ന് പറയുന്നത്. മറ്റുള്ളവർ വിജയിക്കുന്നത് കാണുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ളവർ, അവർക്ക് പറ്റുമെങ്കിൽ എനിക്കും പറ്റിയേക്കും എന്നൊരു തോന്നൽ വരും. ശരിയാണ്. ആ കാർ ബുക്കും ചെക്കുകളുമൊക്കെ ഒരു തുടക്കമായിരിക്കാം. എന്നാലും മുഴുവൻ വിശ്വാസം വരാൻ അത് മതിയോ? പോരായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഒരു കാര്യം ഉറപ്പിച്ചു. വെസ്റ്റീജിന്റെ MD ശ്രീ ഗൗതം ബാലി,
അദ്ദേഹത്തെ നേരിട്ട് കാണണം, സംശയങ്ങളൊക്കെ നേരിട്ട് ചോദിക്കണം. നല്ല തീരുമാനം. നേരിട്ടുള്ള സംസാരം വളരെ പ്രധാനമാണ്. അതെ, അദ്ദേഹം ഗൗതം ബാലിയെ കണ്ടു, ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു, തന്റെ പേടികൾ, പഴയ അനുഭവങ്ങൾ ഒക്കെ പറഞ്ഞു. എന്തായിരുന്നു ഗൗതം ബാലിയുടെ പ്രതികരണം? അദ്ദേഹത്തിന്റെ മറുപടികൾ വളരെ വ്യക്തമായിരുന്നു, സത്യസന്ധമായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു വിനയം, എളിമ, അതൊക്കെ അനൂപിനെ ശരിക്കും ആകർഷിച്ചു. ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി. അത് തന്നെ. അതിലുപരി അടുത്ത 10-20 വർഷത്തേക്കുള്ള വെസ്റ്റീജിന്റെ പ്ലാൻസ്, ആ വിഷൻ, ഇതൊക്കെ കേട്ടപ്പോഴുണ്ടല്ലോ, അനൂപിന് 100% ഉറപ്പായി, ഇതൊരു തട്ടിപ്പല്ല, നല്ല ഭാവിയുള്ള ശക്തമായ അടിത്തറയുള്ളൊരു കമ്പനിയാണ്. താൻ ഇത്രയും കാലം നോക്കിക്കൊണ്ടിരുന്ന ആ ശരിയായ അവസരം, ആ പ്ലാറ്റ്ഫോം, അത് ഇത് തന്നെയാണെന്ന് പുള്ളിക്ക് മനസ്സിലായി. നോക്കൂ, മുൻപത്തെ മോശം അനുഭവം കാരണം ഒരു ഇൻഡസ്ട്രിയെ മൊത്തം എഴുതിത്തള്ളിയ ഒരാൾക്ക് ആ വിശ്വാസം തിരിച്ചു കിട്ടുന്നത് എങ്ങനെയാണെന്ന്? ആ ലീഡറുമായുള്ള നേരിട്ടുള്ള സംസാരം, ആ സുതാര്യത, അത് മതിയായിരുന്നു അല്ലേ? അതെ, ആ വിശ്വാസം കിട്ടിയതോടെ പിന്നെ നോക്കിയില്ല. ഫുൾ ആവേശത്തോടെ വെസ്റ്റീജ് ബിസിനസ് കെട്ടിപ്പടുക്കാൻ തുടങ്ങി. അദ്ദേഹം പറയുന്നത് ആദ്യത്തെ വർഷം വളരെ ലളിതമായ രീതിയിൽ, പക്ഷെ ഭയങ്കര പാഷനോടെയാണ് വർക്ക് ചെയ്തതെന്നാണ്. ലളിതമായ രീതിയിൽ ശ്രദ്ധിക്കേണ്ട വാക്കാണ്. അതെ, കഠിനാധ്വാനം എന്നല്ല, പാഷനോടെയുള്ള പ്രവർത്തനം എന്നാണ് പറഞ്ഞത്. അതിന്റെ റിസൾട്ട് പെട്ടെന്ന് കണ്ടു തുടങ്ങി. വരുമാനം പതിയെ പതിയെ കൂടി വന്നു. ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്നോ? വെറും 30 മാസം, അതായത് 2.5 വർഷം. 2.5 വർഷം കൊണ്ട്? അതെ, 2015 തുടങ്ങി 2018 ആയപ്പോഴേക്കും വെസ്റ്റീജിലെ ഏറ്റവും ഉയർന്ന ലെവലുകളിൽ ഒന്നായ ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്ന പൊസിഷനിലെത്തി. ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ വെറും 2.5 വർഷത്തിൽ. അതൊരു വലിയ നേട്ടം തന്നെയാണ്. അതിനർത്ഥം വലിയൊരു ടീം, നല്ലൊരു വരുമാനം. അതെ. ആ കടക്കണിയിൽ നിന്നുള്ള യാത്ര, വിശ്വസിക്കാൻ പ്രയാസം. ഇത് വെസ്റ്റീജ് സിസ്റ്റത്തിന്റെ ഒരു പവർ കൂടിയാണ് കാണിക്കുന്നത്. തീർച്ചയായും. ആ വളർച്ച വെറും പൊസിഷനിൽ ഒതുങ്ങിയില്ല കേട്ടോ. 2018 തന്നെ ഭോപ്പാലിൽ ഏകദേശം 1.25 കോടി വില വരുന്ന സ്വന്തം സ്വപ്ന വീട് വെച്ചു. വാവ്! അതോടൊപ്പം ഒരു ലക്ഷറി കാർ ഓഡി A3യും വാങ്ങി. ഓർക്കണം, ഇതെല്ലാം വെറും 3 വർഷത്തെ വെസ്റ്റീജിലെ സിമ്പിളായ പക്ഷെ പാഷനോടെയുള്ള പ്രവർത്തനം കൊണ്ടാണ്. വിശ്വസനീയം. തുടക്കത്തിൽ നടക്കാതെ പോയ ആ സ്വപ്നങ്ങളൊക്കെ, വീട്, കാറ്, സാമ്പത്തിക സുരക്ഷിതത്വം, എല്ലാം വെസ്റ്റീജിലൂടെ സാധിച്ചു. ശരിയായ അവസരം, ശരിയായ രീതിയിലുള്ള പ്രവർത്തനം, അത് ചേർന്നാൽ മാറ്റങ്ങൾ വരും. ആ ലളിതമായ പ്രവർത്തനം എന്നത് ഒരുപക്ഷെ സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ടുള്ള സ്മാർട്ട് വർക്ക് ആയിരിക്കാം. അതെ, പക്ഷേ എന്നെ ഏറ്റവും ആകർഷിച്ചൊരു കാര്യം ഇതൊന്നുമല്ല. ഓ, പിന്നെന്താണ്? അദ്ദേഹത്തിന്റെ സ്വന്തം നേട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോഴുള്ളതിനേക്കാൾ ഒരു തിളക്കമുണ്ട് തന്റെ ടീമിലെ ആളുകൾ വിജയിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ. ആഹാ! ഇന്ന് പുള്ളിയുടെ ടീമിൽ 1000 കണക്കിന് ആളുകൾ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ട്. മാസം 1 ലക്ഷം, 2, 5, 10 ലക്ഷമൊക്കെ വരുമാനം നേടുന്നവർ. അവരിൽ എത്രയോ പേർ കാർ വാങ്ങി, വീട് വെച്ചു. ഇതിനെയാണ് പുള്ളി ഏറ്റവും വലിയ വിജയമായിട്ടും ഏറ്റവും വലിയ സന്തോഷമായിട്ടും കാണുന്നത്. ഇത് ഈ ബിസിനസ് മോഡലിന്റെ ഒരു ഭംഗിയാ. സഹകരണത്തിലൂടെയുള്ള വിജയം. നിങ്ങൾ ജയിക്കുന്നത് മറ്റുള്ളവരെ ജയിപ്പിക്കുമ്പോഴാണ്. ശരിയാണ്. ആ ഒരു സംതൃപ്തി, അത് വ്യക്തിപരമായ നേട്ടത്തിനേക്കാൾ വലുതായിരിക്കും പലപ്പോഴും. മറ്റുള്ളവരുടെ ജീവിതത്തിലൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റിയെന്നുള്ള സന്തോഷം. ഇതൊരു നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. കുടുംബജീവിതത്തിലും മാറ്റങ്ങൾ വന്നു. അതിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഒരുപാട് യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. മാസത്തിൽ 20-25 ദിവസം പുറത്തായിരിക്കും. അപ്പോ വീട്ടില് സമയം കൊടുക്കാൻ പറ്റിയിരുന്നില്ല. അത് അദ്ദേഹം സമ്മതിക്കുന്നുമുണ്ട്. തുടക്കത്തിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ വേണ്ടിവരും. പക്ഷെ അതിന്റെ ഫലം എന്തായിരുന്നു? ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്ന് അവസ്ഥ മാറി. ഇപ്പൊ 6 മാസം കൂടുമ്പോഴൊക്കെ ഫാമിലിയുമായിട്ട് ഫോറിൻ ട്രിപ്പ് പോകുന്നു. ദുബായിൽ പോയ കാര്യം, കാശ്മീരിൽ പോയ കാര്യമൊക്കെ പറയുന്നു. 5 സ്റ്റാർ ട്രിപ്പുകൾ, ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ളപ്പോൾ പോകാനുള്ള ഒരു ഫ്രീഡം, സമയ സ്വാതന്ത്ര്യം. അതെ. പിന്നെ സാമ്പത്തിക സ്വാതന്ത്ര്യം. ഒരു കടയിൽ കയറിയാൽ ഇഷ്ടമുള്ളത് വാങ്ങാം, വില നോക്കണ്ട. മക്കൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു. ഭോപ്പാലിലെ ടോപ്പ് സ്കൂളിലാണ് അവർ പഠിക്കുന്നത്. പഴയ മെഡിക്കൽ റെപ്പ് ജോലി ഓർത്തു നോക്കൂ. സമയവുമില്ല, പണവുമില്ല. അതിൽ നിന്നുള്ള മാറ്റം നോക്കൂ. ഇത് വലിയൊരു കാര്യമാണ്. തുടക്കത്തിലെ ആ പ്രയത്നങ്ങൾക്ക് കിട്ടിയ പ്രതിഫലം. സമയവും പണവും സ്വാതന്ത്ര്യത്തോടെ ഉപയോഗിക്കാൻ കഴിയുക. കുടുംബത്തോടൊപ്പം നല്ല നിമിഷങ്ങൾ, യാത്രകൾ, ഇതെല്ലാമാണ് ശരിക്കും ജീവിതം. പഴയ ജോലിയിലെ സമ്മർദ്ദവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ ജീവിതശൈലി തന്നെയാണ് ഏറ്റവും വലിയ വിജയം. വെസ്റ്റീജ് അത് നൽകി. വെസ്റ്റീജ് എന്ന കമ്പനിയുടെ ഭാവിയെക്കുറിച്ചും
അനൂപിന് നല്ല ഉറച്ച വിശ്വാസമുണ്ട്. കമ്പനി ഇപ്പോ 20 വർഷം പൂർത്തിയാക്കി. 20 വർഷം. അതെ. പുള്ളി പറയുന്നത് വെസ്റ്റീജിന്റെ ആ ശക്തമായ സിസ്റ്റം, മാനേജ്മെന്റ്, പ്രോഡക്ട്സ്, പ്ലാൻ, എഡ്യൂക്കേഷൻ സിസ്റ്റം ഇതൊക്കെ കാരണം ഈ കമ്പനി ഒരു 200-500 വർഷം എന്തായാലും നിലനിൽക്കുമെന്നാണ്. ഓക്കെ. ഇത് ഏതെങ്കിലും ഒരാളെ ഡിപ്പെൻഡ് ചെയ്തല്ല നിൽക്കുന്നത്, സിസ്റ്റത്തിലാണ് കാര്യം. അതുകൊണ്ട് തലമുറകളിലേക്ക് കൈമാറാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് പീഡി ദർ പീഡി ഇത് എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. തീർച്ചയായും. ഒരു ബിസിനസ് നോക്കുമ്പോൾ അതിന്റെ ലോങ് ടേം സ്റ്റെബിലിറ്റി വളരെ പ്രധാനമാണ്. ഒരു കമ്പനിക്ക് നല്ല വിഷനും ശക്തമായ ഫൗണ്ടേഷനും ഉണ്ടെങ്കിൽ അതിൽ അംഗങ്ങൾക്ക് അതൊരു ധൈര്യമാണ്. സിസ്റ്റം ഡ്രിവൺ ആണെങ്കിൽ അത് വ്യക്തികളെക്കാൾ കാലത്തെ അതിജീവിക്കും. തലമുറകളിലേക്ക് കൈമാറാവുന്ന വരുമാനം അത് വലിയൊരു സാധ്യതയാണ്. അവസാനം അനൂപ് എല്ലാവർക്കുമായി നൽകുന്ന ഒരു സന്ദേശമുണ്ട്. വളരെ ലളിതമാണ്. നിങ്ങളുടെ സ്വപ്നം എന്തു തന്നെയാവട്ടെ, ചെറുതോ വലുതോ, അത് നേടാനുള്ള ഒരു വേദിയാണ് വെസ്റ്റീജ്. ഇന്ന് താൻ ജീവിക്കുന്ന ഈ ലൈഫ് ഒരു സെലിബ്രിറ്റി ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. അത് നിങ്ങൾക്കും സാധ്യമാണ്. അതിലേക്കുള്ള വഴി വളരെ സിമ്പിളാണ്. ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതെ. അനൂപ് ഗുപ്തയുടെ ഈ കഥ ഇതൊരു വ്യക്തിയുടെ മാത്രം കഥയല്ല. ശരിയായ അവസരം കിട്ടിയാൽ, ലളിതമായ കാര്യങ്ങൾ സ്ഥിരമായി ചെയ്താൽ എവിടെ എത്താമെന്നതിന്റെ ഒരു ഉദാഹരണമാണ്. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കാനും വെസ്റ്റീജ് പോലൊരു അവസരം എങ്ങനെ ഉപകാരപ്പെടുമെന്ന് നോക്കാനും ഒരു പ്രചോദനമാകും. ശരിയാണ്. അദ്ദേഹം പറഞ്ഞ പോലെ വിജയത്തിലേക്കുള്ള വഴി എപ്പോഴും കോംപ്ലിക്കേറ്റഡ് ആകണമെന്നില്ല. ചിലപ്പോൾ അത് വളരെ സിമ്പിളായിരിക്കും. വേണ്ടത് ഒരു നല്ല പ്ലാറ്റ്ഫോമും നമ്മുടെ ഒരു തീരുമാനവുമാണ്. അപ്പോ ഇന്നത്തെ നമ്മുടെ ഈയൊരു അന്വേഷണം നമ്മൾ കണ്ടത് അനൂപ് ഗുപ്തയുടെ യാത്രയാണ്. വലിയ കടക്കണിയിൽ നിന്നും നിരാശയിൽ നിന്നും വെസ്റ്റീജ് എന്ന ശരിയായ പ്ലാറ്റ്ഫോം കണ്ടെത്തി വലിയ വിജയത്തിലേക്ക്, സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക്, സമയസ്വാതന്ത്ര്യത്തിലേക്ക്, അതിലുമപ്പുറം മറ്റുള്ളവരെ സഹായിക്കുന്നതിലെ സന്തോഷത്തിലേക്കെത്തിയ കഥ. അതെ. ആ വഴി സിമ്പിളാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ഈ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ സന്തോഷം. ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. നിങ്ങൾ പോകുന്നതിനു മുൻപ് ഇതൊന്ന് ആലോചിക്കൂ. തന്റെ ടീമിലെ ആയിരങ്ങൾ വിജയിക്കുന്നതിലാണ് സ്വന്തം കാറിനേക്കാളും വീടിനേക്കാളും തനിക്ക് സന്തോഷമെന്ന് അനൂപ് പറയുന്നു. മറ്റുള്ളവരെ വിജയത്തിലേക്ക് നയിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സംതൃപ്തി, അത് നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളെക്കുറിച്ചും വിജയത്തെ നിങ്ങളെങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ചും എന്തു പറയുന്നു? ഒന്ന് ആലോചിച്ചു നോക്കൂ.